ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇഡ്ഡലി ദോശയ്ക്കൊക്കെ കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ചട്നിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നിക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പകുതി സവാളയാണ് വേണ്ടത്. ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാടൻ തക്കാളിയാണ്. ഇതാകുമ്പോൾ അത്യാവശ്യം പുളിയൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ സാധാരണ തക്കാളിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് പുളി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ സവാളയുടെ അളവ് കൂട്ടരുത്. 2 തക്കാളിക്ക് പകുതി സവാള തന്നെ മതിയാവും. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ കുറച്ചധികം തന്നെ ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കടുകും കൂടി ചേർക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ആദ്യം കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പൊക്കെ വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ കുറേ വെള്ളം ചേർക്കരുത്. പാകത്തിനുള്ള വെള്ളം നോക്കി ചേർത്താൽ മതിയാവും. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതി, നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. കട്ടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം കൂടിയിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കട്ടിയാക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ പിന്നെ കുറേ സമയത്ത് നമ്മൾ തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇഡ്ഡലി ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്